Assalamu alaikum wa rahmatullahi wa barakatuhu. Bismillah walhamdulillah wassalatu wassalamu ala ashrafil mursaleen wa ala alihi al-faizin biridallah amma ba'd. A'udhu billahi minash shaitanir rajim. Bismillahir rahmanir rahim. ظهر الفساد في البر والبحر بما كسبت أيدي الناس ليذيقهم بعض الذي عملوا لعلهم يرجعون. പരിശുദ്ധ ഖുർആനിൽ ബയ്യന അല്ലാഹ് ജല്ല ജലാലുഹു സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലാഹു. اللهم إني أسألك خيرها وخير ما فيها وخير ما أرسلت به وأعوذ بك من شرها وشر ما فيها وشر ما أرسلت به. قال نبينا وشفيعنا محمد صلى الله عليه وسلم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. നാശത്തിൻ പാതകൾ നാം ഒന്നു മാറ്റണം. പെയ്യുന്ന മാരിയും കാറ്റും കൊടുങ്കാറ്റും പരീക്ഷണമാകാം, ജാഗ്രത കൂട്ടണം. പ്രാർത്ഥന കൈകളിൽ ഏന്തി നടന്നിടാം. പ്രകൃതിയെ സ്നേഹിച്ചു നാളെയെ വീണ്ടെടുക്കാം. കാരുണ്യമേകുന്ന റബ്ബിന്റെ മുന്നിലായി കണ്ണീരൊഴുക്കി നാം തൗബ ചെയ്യാം. ബഹുമാനവും അതിലേറെ ആദരവും നിറഞ്ഞ പ്രിയപ്പെട്ട വിശ്വാസികളെ, സഹോദര സഹോദരിമാരെ, നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ മഴക്കാലം, കാലവർഷം തുടങ്ങുകയും പല സ്ഥലങ്ങളിലും മഴക്കെടുതികളും പ്രകൃതി ദുരന്തങ്ങളിലും നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. വെള്ളം കയറിയിട്ടും അല്ലാതെയൊക്കെ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നത്. അള്ളാഹു സലാമത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് നമുക്ക് ആമുഖമായി ദുആ ചെയ്യാം. പല സ്ഥലങ്ങളിലും പല ജില്ലകൾക്കും റെഡ് അലർട്ട് പ്രഖ്യാപിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധി പ്രഖ്യാപിച്ച ഒരു സാഹചര്യത്തിലാണ് നമ്മളൊക്കെ നിലകൊള്ളുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ തുടർക്കഥയാകുമ്പോ, പ്രകൃതി ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോ, നാളിതുവരെ ഇല്ലാത്ത പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രത്യാഘാതങ്ങളും നമ്മുടെ സമൂഹത്തിൽ വല്ലാണ്ട് കടന്നു വരുമ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചാണ് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത്. അള്ളാഹു കാര്യങ്ങളെ അതിന്റെ നല്ല ശൈലിയിൽ മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമി അത് അള്ളാഹുവിന്റെ വലിയ ഒരു അനുഗ്രഹം. എന്നാൽ ഈ അടുത്ത കാലങ്ങളിലായി നമ്മുടെ നാടും കുടുംബവും സമൂഹവും നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ പരീക്ഷണമാണ് പ്രകൃതി ദുരന്തങ്ങളും കനത്ത മഴക്കെടുതികളും. ഉരുൾപൊട്ടല്, വെള്ളപ്പൊക്കങ്ങള്, നമ്മുടെ സ്വപ്നങ്ങളൊക്കെ ഒഴുകി പോകുമ്പോ ഒരു വിശ്വാസി എന്ന നിലയിൽ നാം എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണേണ്ടത്? ഭയന്ന് വിറച്ചിരിക്കുകയാണോ വേണ്ടത്? അല്ല, പ്രാർത്ഥനയും ജാഗ്രതയും ഒരേ സമയം കൊണ്ടുപോകാനാണോ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്? ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത്. മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. എന്തുകൊണ്ടാണ് ഈ ദുരന്തങ്ങൾ? ഇത് പ്രകൃതി ദുരന്തങ്ങൾ വെറും ഒരു അവിചാരിത സംഭവമല്ല. മനുഷ്യന്റെ ഇടപെടലുകളും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ചകളും ഇതിന് കാരണമാകുമെന്ന് വിശുദ്ധമായ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം
ظهر الفساد في البر والبحر بما كسبت أيدي الناس ليذيقهم بعض الذي عملوا لعلهم يرجعون. നമ്മുടെ നാടുകളിൽ ഇത്തരം പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവാനുള്ള കാരണം അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ആണയിട്ടുകൊണ്ട് പഠിപ്പിക്കുകയാണ്. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹ്റ ബിമാ കസബത് ഐദിന്നാസ്. കരയിലും കടലിലും കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത് മനുഷ്യരുടെ കരങ്ങൾ പ്രവർത്തിച്ചത് കാരണങ്ങളാലാണ്. അല്ലാഹു മനസ്സിലാക്കാനുള്ള ബോധം നൽകുമാറാവട്ടെ. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, എന്നിട്ട് ഖുർആൻ ഓർമ്മപ്പെടുത്തി, ليذيقهم بعض الذي عملوا لعلهم يرجعون. അവര് പ്രവർത്തിച്ചതിൽ ചിലതിന്റെ ഫലം അവർക്ക് ആസ്വദിക്കാൻ വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അവർ സന്മാർഗത്തിലേക്ക് മടങ്ങിയേക്കാം. നമ്മളിൽ നിന്നുണ്ടാകുന്ന തെറ്റുകളാണ്, നമ്മളിൽ നിന്നുണ്ടാകുന്ന പോരായ്മകളാണ്, നമ്മളിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകളാണ് കടലിലും കരകളിലും ഇത്തരം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പരീക്ഷണങ്ങളും ഉണ്ടാകുന്നത്. മാത്രമല്ല, പ്രകൃതിയെ നശിപ്പിക്കുമ്പോഴും ഭൂമിയുടെ സന്തുലിതാവസ്ഥ തെറ്റിക്കുമ്പോഴും വരും വരായികകൾ തന്നെ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോ ആദ്യമായി വേണ്ടത് റബ്ബിലേക്ക് മടങ്ങലാണ്, തൗബ ചെയ്യലാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. എന്താ ഓർമ്മപ്പെടുത്തട്ടെ, ഒരു കവിത ഞാൻ ചൊല്ലിത്തരട്ടെ. നാഥന്റെ സൃഷ്ടിയാം ഈ ഭൂമി കാക്കണം. ഈ ഭൂമി അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്, അതിനെ കാക്കൽ നമ്മുടെ ബാധ്യതയാണ്. നാശത്തിൻ പാതകൾ നാം ഒന്നു മാറ്റണം. ഈ ഭൂമിക്ക് നാശം വരുന്ന, ഈ ഭൂമിയുടെ പ്രവർത്തനങ്ങളെ പ്രയാസത്തിലാക്കുന്ന, അതല്ലെങ്കിൽ ഇവിടെ പ്രയാസങ്ങളും ഭൂചലനങ്ങളും ഉണ്ടാകാൻ ഹേതുവാകുന്ന കാര്യകാരണങ്ങൾ അത് നമ്മിൽ നിന്നുണ്ടാകാൻ പാടില്ല. പെയ്യുന്ന മാരിയും കാറ്റും കൊടുങ്കാറ്റും പരീക്ഷണമാകാം, ജാഗ്രത കൂട്ടണം. വലിയ മഴ പെയ്യുമ്പോ പേമാരി ആഞ്ഞടിക്കുമ്പോ, പേമാരി പെയ്യുമ്പോ വലിയ കാറ്റും കൊടുങ്കാറ്റും ആഞ്ഞടിക്കുമ്പോ അത് റബ്ബിന്റെ ഒരു പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ തലവെച്ചു കൊടുക്കുകയില്ല ബുദ്ധിമാനായ ഒരു മനുഷ്യൻ ചെയ്യേണ്ടത്. അവനതിൽ ജാഗ്രത പാലിക്കണം. തീർന്നില്ല, ജാഗ്രതയോടുകൂടി പ്രാർത്ഥനാ നിരതനായി രണ്ട് കരങ്ങളും റബ്ബിലേക്ക് അവൻ ഉയർത്തണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. തീർന്നില്ല, പ്രകൃതിയെ സ്നേഹിച്ചു നാളെയെ വീണ്ടെടുക്കാം. പ്രകൃതിയെ നമ്മൾ സ്നേഹിക്കുമ്പോ പ്രകൃതിയുടെ വരദാനങ്ങളായി അല്ലാഹു കനിഞ്ഞു നൽകിയിരിക്കുന്ന മരങ്ങളും മലകളും നദികളും പുഴകളും വെള്ളവും എല്ലാം അത് നാമാവശേഷമാകാതെ മനുഷ്യന്റെ കരങ്ങളെ കൊണ്ട് നഷ്ടപ്പെടുത്താതെ നമ്മൾ അതിനെ സ്നേഹിച്ചു പോയാൽ പ്രകൃതിയെ സ്നേഹിച്ചു നാളെയെ വീണ്ടെടുക്കാം. ഇത്തരം പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ് കാരുണ്യമേകുന്ന റബ്ബിന്റെ മുന്നിലായി കണ്ണീരൊഴുക്കി നാം തൗബ ചെയ്യാം. സഹോദരങ്ങളെ, ആ പേമാരിയും മഴയും പേമാരിയും വലിയ കൊടുങ്കാറ്റും ഭൂചലനങ്ങളൊക്കെ ഉണ്ടാകുമ്പോ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കണ്ണീരൊഴുക്കിക്കൊണ്ട് നമ്മൾ ചെയ്ത പാപങ്ങളുടെ പേരിൽ പശ്ചാത്തപിക്കലാണ്. ഇന്നലെ നമ്മളൊക്കെ കണ്ടല്ലോ, ഇന്നലെ നമ്മളൊക്കെ വലിയ ഒരു വാർത്ത ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിലൂടെ കണ്ടു. ഫിലിപ്പീൻസിൽ വലിയ ഭൂചലനമാണ്. ജിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ കണക്ക് പ്രകാരം 8.2 തീവ്രതയാണ് രേഖപ്പെടുത്തിയത്. വലിയ തീവ്രതയാണ്. ഫിലിപ്പീൻസിൽ ആ ഒരു ഭൂചലനം നടക്കുമ്പോൾ എത്ര പാവപ്പെട്ടവരാണ് നിസ്സഹായാവസ്ഥയോടെ നോക്കി നിൽക്കുന്നതാണ്. മനുഷ്യന്റെ അശക്തിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശാസ്ത്രം എത്ര പുരോഗമിച്ചാലും, ശാസ്ത്രത്തിന് എത്ര കഴിവുകൾ ഉണ്ടെന്ന് അവകാശപ്പെട്ടാലും അതൊന്നും അല്ലാഹുവിന്റെ കഴിവിന്റെ അപ്പുറത്തല്ല.
ആ ഒരു ഫിലിപ്പീൻസിലുള്ള ഭൂചലനത്തിന്റെ വീഡിയോ നിങ്ങളൊക്കെ കണ്ടുവല്ലോ. മനുഷ്യൻ നിസ്സഹായനായി നോക്കി നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ നോക്കി നിൽക്കുന്ന കാഴ്ചയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ അമ്പരച്ചുണ്ടി പോലെ നിൽക്കുന്ന വലിയ കെട്ടിട സമുച്ചയങ്ങള് അത് സെക്കൻഡ് കൊണ്ട് നാമാവശേഷമാവുകയാണ്. എങ്ങോട്ട് പോകണം, എവിടേക്ക് പോകണം, എന്ത് ചെയ്യണമെന്നറിയാതെ നിലവിളിക്കുന്ന കൂട്ടക്കരച്ചിലുകളാണ് നമ്മൾ കാണുന്നതെങ്കിൽ ഇതിന്റെ ഏറ്റവും വലിയ തീവ്രത അനുഭവപ്പെട്ടത് ഫിലിപ്പീൻസിലെ മിൻഡാനാവോ എന്ന് പറയുന്ന മേഖലയിലാണ്. അയൽ രാജ്യങ്ങളായ ഇന്തോനേഷ്യയിലേക്കും ജപ്പാനിലേക്കും തായ്വാനിലെയും ആളുകളിലേക്ക് സുനാമി അലർട്ട് ജാഗ്രതാ നിർദ്ദേശം നൽകിയ വിവരങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞുവല്ലോ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹ് നമ്മളിൽ നിന്നുണ്ടാകുന്ന വീഴ്ചകളാണ്. അത് നമ്മൾ റബ്ബിനോട് കാണിക്കുന്ന വിഷയത്തിലാവട്ടെ, അതല്ലെങ്കിൽ ഈ ഭൂമി എന്നുള്ളത് അല്ലാഹു മനുഷ്യനിക്ക് കനിഞ്ഞേൽകിയ വലിയ ഒരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തോട് നമ്മൾ ചെയ്യുന്ന വീഴ്ചകള് കാരണമാണ്. ഇനി ദുരന്തങ്ങൾ വരുമ്പോ, ഇത്തരം പ്രത്യാഘാതങ്ങളും പ്രയാസങ്ങളും വരുമ്പോ നമ്മളതിന് ചെയ്യേണ്ട രക്ഷാമാർഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് മതപരമായിട്ട് നമ്മൾ പഠിച്ചു വെക്കണം. നമ്മുടെ കുടുംബത്തെയും നാടിനെയും ഇത്തരം മഴക്കെടുതികളിൽ നിന്ന്, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ പരിശുദ്ധമായ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട് ജാഗ്രത പാലിക്കാനാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. വലിയ വഴി അതാണ്. ജാഗ്രത പാലിക്കുക, മുൻകരുതലുകൾ എടുക്കുക, അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഇതെല്ലാം അള്ളാഹുവിന്റെ തീരുമാനത്തിന് അതീതമാണ്. ഇതൊക്കെ റബ്ബിന്റെ തീരുമാനമാണ്, അള്ളാഹു വിധിച്ചതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുന്നതോടൊപ്പം ചില ആളുകളൊക്കെ പറയാറുണ്ട്, ഇത് അള്ളാഹ് തീരുമാനിച്ചതല്ലേ, വരുന്നിടത്ത് വെച്ച് കാണാം. അങ്ങനെയല്ല വേണ്ടത്, അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇതെല്ലാം അള്ളാഹുവിന്റെ വിധിയാണ് എങ്കിലും അതാണ് നമ്മുടെ വിശ്വാസം. സഹോദരങ്ങളെ, ഇത് പറഞ്ഞുകൊണ്ടെല്ലാം റബ്ബിന്റെ വിധിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രകൃതി ദുരന്തങ്ങളുള്ള സ്ഥലങ്ങളിലേക്ക് പോവുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. അപകട മേഖലകളിൽ മുൻകരുതലുകളില്ലാതെ ജീവിക്കുന്നത് ഇസ്ലാമികമല്ല. ഗവൺമെന്റ് പറയാണ്, നിങ്ങൾ അവിടുന്ന് ഒഴിഞ്ഞു പോകണം, നിങ്ങൾ അവിടുന്ന് മാറി താമസിക്കണം, ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് നിങ്ങൾ മാറി താമസിക്കണം എന്ന് പറഞ്ഞാൽ ആ ഗവൺമെന്റിന്റെ വാക്കുകളെ, അതല്ലെങ്കിൽ അവിടെ വന്ന സഹായികളായ ആളുകളുടെ വാക്കുകളെ, ഗവൺമെന്റിന്റെ വാക്കുകളെ നിങ്ങൾ മുഖവിലക്കെടുക്കണം, അത് അംഗീകരിക്കണം. അവിടുന്ന് റബ്ബിന്റെ വിധിയെ പഴിച്ചുകൊണ്ട് അവിടെ തങ്ങുക എന്നുള്ളത് ഇസ്ലാമികമല്ല. ഒരിക്കൽ അള്ളാഹുവിന്റെ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി, ഒട്ടകത്തെ കെട്ടിയിട്ട ശേഷം അള്ളാഹുവിനെ തവക്കുൽ ചെയ്യാനാണ് അള്ളാന്റെ മുത്തുനബി പഠിപ്പിച്ചത്. ഒരാൾ ഒട്ടകത്തെ കെട്ടിയിടാതെ അതവിടെ നിന്നോളും, തവക്കൽതു അലല്ലാഹ്, ഞാൻ അള്ളാഹുവിന് തവക്കുലാക്കിയിട്ടുണ്ട് എന്ന് പറയാനല്ല മുത്തുനബി പഠിപ്പിച്ചത്. പ്രകൃതി ദുരന്തങ്ങൾ വരുമ്പോ, കൊടുങ്കാറ്റുണ്ടാവുമ്പോ, ഉരുൾപൊട്ടലുകൾ വരുമ്പോ അവിടുന്ന് മാറി നിൽക്കേണ്ടതിന് പകരം അവിടെ നിന്നിട്ട് ഞാൻ എല്ലാം റബ്ബിലേക്ക് തവക്കുലാക്കിയിട്ടുണ്ട് എന്ന് പറയാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യമാണത്. ചില സമയത്ത് ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ ഈമാൻ അങ്ങ് വർദ്ധിക്കല ചില ആളുകൾക്ക്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. മുത്തുനബി പറഞ്ഞു, ഒട്ടകത്തെ കെട്ടിയിട്ട ശേഷമേ അള്ളാഹുവിനെ തവക്കുൽ ചെയ്യാവൂ. എന്നുവെച്ചാൽ കെട്ടാതെ ഞാൻ തവക്കുലാക്കിയിട്ടുണ്ട് എന്ന് കരുതിയിട്ട് ആ ഒട്ടകം അവിടെ ഒന്നോളൊന്നൊന്നുമില്ല. അല്ലെങ്കിൽ 10 നില ബിൽഡിങ്ങിന്റെ മേലെ കയറിയിട്ട് ഓങ്ങ് ചാടുക, തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് ബാക്കിയാവോ? അതൊന്നും ഇസ്ലാമികമല്ല. അള്ളാഹുവിന്റെ മുത്തുനബി പഠിപ്പിച്ച ഒരു പാഠമാണ്. നിങ്ങൾ ഒരു ഒട്ടകത്തെ കെട്ടിയിടുമ്പോ കെട്ടിയിട്ടതിന് ശേഷമാണ് തവക്കുലാക്കേണ്ടത്. അതല്ലാതെ നിങ്ങൾ അള്ളാഹു ഏൽപ്പിച്ചിട്ടുണ്ട്, ഒട്ടകം അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ച് കെട്ടിയിടാതിരിക്കാൻ അള്ളാഹുവിന്റെ ഇസ്ലാം മുത്തുനബി പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് കാര്യഗൗരവങ്ങൾ മനസ്സിലാക്കണം. ദുരന്ത നിവാരണ സേനയും സർക്കാരിന്റെയും തീരുമാനങ്ങൾ, നിർദ്ദേശങ്ങൾ അതനുസരിക്കൽ നമ്മുടെ ബാധ്യതയാണ്. പറഞ്ഞാൽ കേൾക്കൂല, ചില ആളുകൾ അംഗീകരിക്കൂല, ചില ആളുകൾ മൈൻഡ് ചെയ്യേല, മാറിക്കളി. എന്തിനാപ്പത്? അതിന്റെ ആവശ്യമൊന്നുമില്ല, അതൊക്കെ അവര് വെറുതെ പറയുന്നല്ലേ.
ശ്രദ്ധിക്കണേ. ദുരന്ത നിവാരണ സേനയുടെ റിപ്പോർട്ടുകൾ കിട്ടിയാൽ, സർക്കാരിന്റെ നിർദ്ദേശം നിങ്ങൾക്ക് കിട്ടിയാൽ അതനുസരിക്കൽ നിങ്ങളുടെ ബാധ്യതയാണ്. അപ്പം വലിയ വിശ്വാസങ്ങൾ കടന്നു വരികയല്ല വേണ്ടത്. മാത്രമല്ല, അത്തരം ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ കൈക്കൊള്ളേണ്ട മറ്റൊരു മാർഗം പ്രാർത്ഥനയും ഇസ്തിഗ്ഫാറുമാണ്. റബ്ബിലേക്ക്, അല്ലാഹുവിനോട് ദുആ ചെയ്യുക, അല്ലാഹുവിനോട് പാപമോചനം തേടുക. നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾ, നമ്മുടെ കരങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾ കാരണമായിട്ടാണ് ഇത്തരം പ്രയാസങ്ങൾ അല്ലാഹു നമ്മിലേക്ക് ചെയ്തത് എങ്കിൽ ആ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ, ആ ബുദ്ധിമുട്ടുകളിൽ നിന്ന് സലാമത്ത് ലഭിക്കാൻ റബ്ബിനോട് ദുആ ചെയ്യണേ. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. മഴ കൂടുമ്പോഴും കാറ്റടിക്കുമ്പോഴും ഭയപ്പെടുകയല്ല. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ നമുക്ക് കഴിയണം. വലിയ പ്രതിഫലാർഹമാണ്, വലിയ സംരക്ഷണ ഫലം നമുക്ക് ലഭിക്കുകയും ചെയ്യും. മനസ്സിലാക്കണേ സഹോദരങ്ങളെ. മഹദിയാകുന്ന ആയിഷ ബീവി നിവേദനം ആയിഷ ബീവി റളിയല്ലാഹു തആല നിവേദനം ചെയ്യുകയാണ്, കാർമേഘം കണ്ടാൽ അല്ലാഹുവിന്റെ മുത്തുനബി ദുആ ചെയ്യുന്ന ഒരു ദുആയാണ്. മഹദിയാകുന്ന ആയിഷ ബീവി റളിയല്ലാഹു തആല പഠിപ്പിച്ചു തരികയാണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ. അല്ലാഹുവിന്റെ മുത്തുനബി ദുആ ചെയ്യുന്ന ദുആയാണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ വ ഖൈറ മാ ഫീഹാ വ ഖൈറ മാ ഉർസിലത് ബിഹി. അല്ലാഹുവിന്റെ പരിശുദ്ധമായ മുത്തുനബി അല്ലാഹുവിന്റെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ആയിഷ ബീവി റിപ്പോർട്ട് ചെയ്യുകയാണ്, ആയിഷ ബീവി നിവേദനം ചെയ്യുകയാണ്, കാർമേഘം മുത്തുനബി കണ്ടാൽ നബി തങ്ങൾ ദുആ ചെയ്യുന്ന ദുആയാണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ വ ഖൈറ മാ ഫീഹാ വ ഖൈറ മാ ഉർസിലത് ബിഹി. അല്ലാഹുവേ ഈ കാറ്റിന്റെ നന്മയും ഇതിലടങ്ങിയിരിക്കുന്ന നന്മയും ഇത് എന്ത് നന്മയുമായാണോ അയക്കപ്പെട്ടിട്ടുള്ളത്, ആ നന്മയും ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ന് മഹാനായ മുത്തുനബി ദുആ ചെയ്യാറുണ്ടായിരുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ. പടച്ചോനെ, ഈ വന്നിരിക്കുന്ന മഴയും കാറ്റും കോളും പേമാരിയും ഇതിലുള്ള ഖൈർ എനിക്ക് നൽകണമേ. വ ഖൈറ മാ ഫീഹാ, ഇതിലടങ്ങിയിരിക്കുന്ന നന്മയും എനിക്ക് നൽകണമേ. വ ഖൈറ മാ ഉർസിലത് ബിഹി, എന്ത് നന്മയുമായാണോ ഈ കാറ്റിനെയും കോളിനെയും മഴയെയും നീ അയച്ചിട്ടുള്ളത്, ആ നന്മയെയും എനിക്ക് നൽകണമേ എന്ന് ഹബീബായ നബി തങ്ങൾ ദുആ ചെയ്യാറുണ്ടായിരുന്നു. അവസാനിച്ചില്ല, അതിന്റെ ബാക്കിയുള്ളത് കൂടി മനസ്സിലാക്കണേ. മുത്തുനബി ദുആ ചെയ്യുന്ന ദുആയാണ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. മുത്തുനബി ദുആ ചെയ്തു, വഅഊദു ബിക മിൻ ശർരിഹാ. അല്ലാഹുവേ, ഇതിന്റെ തിന്മയിൽ നിന്നും ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. മുത്തുനബി ദുആ ചെയ്യുകയാണ്, ഇതിന്റെ തിന്മയിൽ നിന്നും, ഇതിന്റെ പ്രയാസത്തിൽ നിന്ന്, ഇതിന്റെ ബുദ്ധിമുട്ടിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ. വശർരി മാ ഫീഹാ, ഇതിലടങ്ങിയിരിക്കുന്ന എന്തൊക്കെ പ്രയാസങ്ങളുണ്ടോ, ഈ മഴക്കെടുതിയിൽ, ഈ വലിയ പ്രകൃതി ദുരന്തങ്ങളിൽ, ഈ പ്രയാസങ്ങളിൽ, ഭൂചലനങ്ങളിൽ, അല്ലാഹുവേ, വലിയ തരത്തിലുള്ള ഭൂചലനങ്ങളിൽ എന്തൊക്കെ പ്രയാസങ്ങളാണോ നീ നൽകിയിരിക്കുന്നത്, ആ പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങളെ കാക്കണമേ. വശർരി മാ ഉർസിലത് ബിഹി, എന്ത് പ്രയാസമായിട്ടാണോ, എന്ത് ബുദ്ധിമുട്ടായിട്ടാണോ ഈ പ്രതിസന്ധിയെ, ഈ വിഷമഘട്ടത്തെ, ഈ ബുദ്ധിമുട്ടിനെ നീ അയച്ചിട്ടുള്ളത്, അതിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു, അതിൽ നിന്നും നിന്നോട് ഞാൻ കാവലിനെ തേടുന്നു, അതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു എന്ന് ഹബീബായ നബി തങ്ങൾ ദുആ ചെയ്യാറുണ്ടായിരുന്നു. ആയിഷ ബീവി റിപ്പോർട്ട് ചെയ്യുന്ന സംഭവമാണ്, സ്വഹീഹ് മുസ്ലിം ഉദ്ധരിക്കുന്ന വിഷയമാണ്, ഹദീസാണ്. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ.
അതുപോലെ തന്നെയാണ് കനത്ത മഴ കാരണം നാശനഷ്ടങ്ങൾ ഉണ്ടാകുമ്പോ, കൃഷികൾ നശിച്ചു പോകുമ്പോ, വലിയ ഉരുൾപൊട്ടലുകൾ, വലിയ വലിയ മരങ്ങള്, മാമലകള്, മരങ്ങളൊക്കെ കടപുഴകിയിട്ട് ഒഴെല്ലാം ഒലിച്ചു വരുന്ന വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന, നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ പോലും നഷ്ടപ്പെട്ടു പോകുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്ന പ്രതിസന്ധി ഘട്ടങ്ങളിൽ അല്ലാഹുവിന്റെ മുത്തുനബി ദുആ ചെയ്ത മറ്റൊരു ദുആ കൂടെയുണ്ട്. പഠിക്കാനും അത് മനസ്സിലാക്കാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഓർക്കണേ സഹോദരങ്ങളെ, മുത്തുനബി പഠിപ്പിച്ചത് ജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ പ്രയാസങ്ങളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന്, മഴക്കെടുതികളിൽ നിന്ന്, പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്ന്, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ നാടിനെ ഒക്കെ സലാമത്തിലാക്കാൻ നമുക്ക് കഴിയും. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുവിന്റെ മുത്തുനബി പ്രതിസന്ധികൾ വരുമ്പോ, വലിയ കനത്ത മഴകളിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകുമ്പോ ദുആ ചെയ്യുന്ന ഒരു ദുആ കൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ. കാണാതെ പഠിക്കണേ. അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ. അല്ലാഹുമ്മ അലൽ അകാമി വൽ ലിറാബി വബുതൂനിൽ ഔദിയതി വമനാബിതി ശജരി. ഈ പ്രാർത്ഥന നബി തങ്ങൾ പതിവാക്കാറുണ്ടായിരുന്നു. എന്താ അർത്ഥമെന്നറിയോ? അല്ലാഹുവേ, അല്ലാഹുവേ, ഇത് ഞങ്ങളുടെ മുകളിലല്ല, ഞങ്ങളുടെ ചുറ്റുഭാഗങ്ങളിൽ നോക്കണമേ. ഞങ്ങളുടെ മുകളിൽ ഇത് വഹിക്കാൻ പാടില്ല, ഇത് ഞങ്ങളുടെ ചുറ്റുഭാഗങ്ങളിലാക്കണമേ. തീർന്നില്ല. അല്ലാഹുവേ, കുന്നുകളിലും മലകളിലും താഴ്വരകളിലും മരങ്ങൾ മുളക്കുന്ന ഇടങ്ങളിലും ഇതിനെ നീ പെയ്യിപ്പിക്കണമേ എന്ന് അതിശക്തമായ മഴയിൽ അല്ലാഹുവിന്റെ മുത്തുനബി ദുആ ചെയ്യാറുണ്ടായിരുന്നു. അല്ലാഹുമ്മ ഹവാലൈനാ സുന്ദരമാണ്. അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ. ഈ പ്രതിസന്ധി, ഈ വലിയ മഴക്കെടുതി, ഈ വലിയ വെള്ളപ്പൊക്കം, ഈ പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അത് ഞങ്ങളുടെ മേലിലാക്കരുതേ. അതൊരു ദുആയാണ്. ഈ പ്രയാസങ്ങൾ അത് ഞങ്ങളുടെ ചുറ്റുഭാഗങ്ങളിലാക്കണേ. അല്ലാഹുമ്മ അലൽ അകാമി വൽ നിറാബി വബുതൂനിൽ ഔദിയതി വമനാബിതി ശജരി മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹുവേ, കുന്നുകളിലും മലകളിലും താഴ്വരകളിലും മരങ്ങൾ മുളക്കുന്ന ഇടങ്ങളിലും ഇതിനെ നീ പെയ്യിപ്പിക്കണമേ എന്ന് മുത്തുനബി ദുആ ചെയ്യാറുണ്ടായിരുന്നു. സ്വഹീഹ് ബുഖാരി നോക്കിയാൽ ഈ ദുആയും ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കണേ. അതുപോലെ തന്നെ ഇത്തരം പ്രയാസങ്ങൾ വരുമ്പോ, ഇത്തരം പ്രതിസന്ധികൾ വരുമ്പോ, ഇത്തരം ബുദ്ധിമുട്ടുകൾ നമ്മൾ നേരിടേണ്ടി വരുമ്പോ നമ്മൾ ചെയ്യേണ്ട വലിയ ഒരു കാര്യമാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങള്. വലിയ മഴയും കാറ്റും കോളുമായിട്ട് വീടുകളൊക്കെ നഷ്ടപ്പെട്ട് ഭക്ഷണമില്ലാതെ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യം, ബുദ്ധിമുട്ടുകളാൽ കഷ്ടപ്പെടുന്ന സാഹചര്യം, വെള്ളം വന്നിട്ട് വീട് നഷ്ടപ്പെട്ടു, ആ വീട്ടിലുണ്ടായിരുന്ന ഭക്ഷണ പദാർത്ഥങ്ങള്, അതുപോലെ തന്നെ ഡ്രസ്സുകള് എല്ലാം നഷ്ടപ്പെട്ടു. ഒന്നുമില്ലാത്ത കൈകളുമായി നമ്മുടെ മുമ്പിലേക്ക് വരുന്ന പാവപ്പെട്ടവരുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന പാവപ്പെട്ട ആളുകൾ, ഇത്തരം പ്രകൃതിയുടെ വിളയാട്ടങ്ങളിൽ പെട്ടുപോയ, പരീക്ഷണങ്ങളിൽ പെട്ടുപോയ ആളുകൾ, അവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട വലിയൊരു കാര്യമാണ് അവർക്ക് വേണ്ട ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കണം. അവർക്ക് വേണ്ടത് എന്തോ അതൊക്കെ എത്തിച്ചു കൊടുക്കണം. ഭക്ഷണം വേണോ ഭക്ഷണം, വസ്ത്രം വേണോ വസ്ത്രം കൊടുക്കണം, അവരുടെ മക്കൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം. അത് ഗവൺമെന്റ് ഒരുക്കി കൊടുക്കുന്നതോടുകൂടെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ സമയബന്ധിതമായിട്ട് നമ്മൾ ചെയ്യണം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ്. ദുരന്ത സമയങ്ങളിൽ മറ്റുള്ളവരെ സഹായിക്കൽ ഒരു വിശ്വാസിയുടെ കടമയാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, എന്നെ കേട്ട, എന്റെ ശബ്ദം ശ്രവിച്ച എന്റെ പ്രിയപ്പെട്ടവരോട്, പ്രകൃതി ദുരന്തങ്ങൾ നമുക്കൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. നമ്മളിൽ നിന്നുണ്ടായ, നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ, നമ്മുടെ ജീവിതത്തിലുണ്ടായ, നമ്മുടെ കരങ്ങളെ കൊണ്ട് നമ്മൾ പ്രവർത്തിച്ചു പോയ തെറ്റുകളാണ്, നമ്മുടെ അബദ്ധസഞ്ചാരങ്ങളാണ്, നമ്മളിൽ നിന്ന് വന്നുപോയ പാപങ്ങളാണ് എന്ന് ഓർമ്മപ്പെടുത്താനാണ് ഇത്തരം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മിലേക്ക് വരുന്നത്.
അതുകൊണ്ട് ഇതൊക്കെ ഒരു പ്രയാസമാണോ? ആ പ്രയാസങ്ങളിൽ നമ്മൾ ക്ഷമിക്കുകയും, ഇതിനേക്കാൾ വലിയ ഒരു പ്രയാസമാണ് അല്ലാഹുവിന്റെ റബ്ബിന്റെ കോടതിയിൽ നമ്മൾ നിൽക്കേണ്ടി വരുമെന്നുള്ളത്. അവിടെയാണ് നമ്മൾ രക്ഷപ്പെടേണ്ടത്. ഇവിടുത്തെ ഓർമ്മപ്പെടുത്തലുകൾ അത് മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങിയാൽ റബ്ബിലേക്ക് അടുക്കാൻ നമുക്ക് എളുപ്പമാകും. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഓർക്കുക, നമ്മുടെ നാടിനെയും വീടുകളെയും ദുരന്തങ്ങളിൽ നിന്ന് കാക്കാൻ നാം പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതുണ്ട്. അനാവശ്യമായി മരം വെട്ടുന്നതും ഭൂമി തുരക്കുന്നതും നമ്മൾ ഒഴിവാക്കണം. ഒപ്പം ഭൂമിയെ നമ്മൾ സംരക്ഷിക്കുന്നതോടൊപ്പം പ്രാർത്ഥനയും നമ്മൾ കൈവിടാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാടിനെയും നമ്മുടെ കുടുംബങ്ങളെയും എല്ലാവിധ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും അല്ലാഹു രക്ഷപ്പെടുത്തി തരുമാറാവട്ടെ. അപകടങ്ങളിൽപ്പെട്ട് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു ഷഹീദിന്റെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ടെൻഷനൊന്നും വേണ്ട, പ്രയാസം വിഷമമൊന്നും വേണ്ട. ഞാൻ ഈ പഠിപ്പിച്ച 2 പ്രാർത്ഥനകൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഈ സമയങ്ങളിൽ പ്രയാസം അനുഭവിക്കുമ്പോൾ അത് മറക്കാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ സഹായമല്ലാതെ മറ്റൊരു സഹായവും ഇത് കാര്യമില്ല. വേറെ ആർക്കും സഹായിക്കാൻ കഴിയില്ല. നമ്മൾ കണ്ടല്ലോ, 2 വർഷങ്ങൾക്കപ്പുറത്ത് മുണ്ടക്കൈയുടെ ഒരു ഭാഗം, വയനാട് ജില്ലയുടെ മുണ്ടക്കൈയുടെ ഒരു ഭാഗം ഇങ്ങോട്ട് ഒലിച്ചിറങ്ങി വന്ന സമയത്ത് എല്ലാ സംവിധാനങ്ങളും അശക്തമായി നിലച്ചുപോയ ഒരു സമയം. എല്ലാം നോക്കുകുത്തികളായി, വെളിച്ചമില്ല, അതുപോലെ തന്നെ ആധുനിക സംവിധാനങ്ങളില്ല, സൗകര്യങ്ങളില്ല. ഉള്ളതുകൊണ്ട് വല്ലതും ചെയ്യാൻ കഴിയുമോ? അതില്ലതായി. ആ ഒരു അവസ്ഥയിൽ ജനം നിസ്സഹായരായി നോക്കി നിന്നപ്പോ എത്ര ആളുകളാണ് ആ ഒരു പ്രയാസത്തിൽ പെട്ടുപോയത്. അവരുടെ കുടുംബങ്ങൾക്കൊക്കെ അല്ലാഹു സലാമത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമുക്ക് ദുആ ചെയ്യാം. അപ്പോ അത്തരം പ്രയാസങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ, അതൊരു തുടർക്കഥകളാകാതിരിക്കാൻ നമ്മൾ ആലോചിക്കുക. നമ്മുടെ ജീവിതത്തെ അത് റബ്ബ് ഇഷ്ടപ്പെടുകയും പൊരുത്തപ്പെടുകയും ചെയ്യുന്ന രീതിയിലേക്കാക്കി കൊണ്ടുപോവാൻ നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ പറഞ്ഞു തന്ന ദുആകൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഇൻഷാ അല്ലാഹ് അത് പഠിച്ച് പാഠം ഉൾക്കൊണ്ട് ദൈനംദിനം നിങ്ങളുടെ മക്കളെ സ്കൂളുകളിലേക്ക്, മദ്രസകളിലേക്ക് പറഞ്ഞേക്കുമ്പോൾ അവരെ പഠിപ്പിച്ചതും ചൊല്ലിപ്പിച്ച് പറഞ്ഞേക്കുകയും, നിങ്ങളുടെ വീടുകളിൽ കഴിയുമ്പോ വലിയ മലകൾ, മലഞ്ചെരുവിൽ കഴിയുന്ന ആളുകൾ, വലിയ കുന്നിന്റെ മുകളിൽ കഴിയുന്ന ആളുകൾ, അവരൊക്കെ അതുപോലെ തന്നെ വെള്ളക്കെട്ടുകൾ അടുത്ത് താമസിക്കുന്ന ആളുകൾ, പുഴക്കരയിലും നദിക്കരയിലും കടലോരങ്ങളിലും താമസിക്കുന്ന ആളുകൾ, ഇവരൊക്കെ ഈ ദുആ ചൊല്ലി ഇൻഷാ അല്ലാഹ് വലിയ കാവലിനതൊരു കാരണമാകും. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ, മഴക്കെടുതികളിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് വീട് നഷ്ടപ്പെട്ടവരെല്ലാം നഷ്ടപ്പെട്ട് അല്ലാഹുവേ പ്രയാസങ്ങളിലായി കഴിഞ്ഞുകൂടുന്നവർക്ക് സലാമത്ത് നൽകണേ അല്ലാഹുവേ. വലിയ പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ നാടുകളെ അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന, മക്കള് നഷ്ടപ്പെട്ടു പോകുന്ന കൺമുമ്പിൽ വെച്ചുകൊണ്ട് ഞങ്ങളുടെ ഭാര്യ, സന്താനങ്ങളും മക്കളും കുടുംബവും നഷ്ടപ്പെട്ട് കൈവിട്ടു പോയി കരയുന്ന വേദനാജനകമായ പരീക്ഷണങ്ങളെ തൊട്ട് ഞങ്ങളെല്ലാരെയും നീ സലാമത്തിലാക്കണേ അല്ലാഹ്. ഞങ്ങളെ രക്ഷപ്പെടുത്തണേ റബ്ബേ. അതുകൊണ്ട് എല്ലാവരും ജാഗ്രതയോടുകൂടി ദുആയോടുകൂടി ഇരിക്കുക. അല്ലാഹു എല്ലാവർക്കും സംരക്ഷണം തരട്ടെ. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.